ഇവിടെ ഹീറോയിനും അവളുടെ അമ്മയും മാത്രം ഒരു ഒറ്റപ്പെട്ട തുരുത്തിൽ തനിച്ച് താമസിക്കുകയായിരിക്കും. ഇവർക്കാണെങ്കിൽ പുറലോകമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. അതേസമയത്ത് ഹീറോയിനാണെങ്കിൽ കല്യാണപ്രായം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതിന് കാരണമാണെങ്കിൽ ആ തുരുത്തും അതുപോലെ ഇവളുടെ ലൈഫിൽ നടന്ന ചെറിയ ട്രോമയായിരിക്കും. ഇവൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സാറാണെങ്കിൽ ഇവളോട് മോശം രീതി പെരുമാറാണ്, ഇവളെ അബ്യൂസ് ചെയ്യാണ്. ആ കാര്യം വെളിയിലായിരുന്നതോടുകൂടി ഇവൾക്ക് പഠിത്തം നിർത്തേണ്ടി വരികയാണ്. അതുകൂടാതെ നാട്ടുകാരാണെങ്കിൽ ആ തുരുത്തിൽ ശപിക്കപ്പെട്ട സ്ഥലത്തിന് കണക്കാക്കുന്നുണ്ടാവുക. ഇവൾക്കാണെങ്കിൽ ആ തുരുത്തിൽ കുറച്ച് പച്ചക്കറി കൃഷിയും അതുപോലെ വാഴയെല്ലാം ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം രാത്രി ഇവൾ കുളിച്ച് അവിടെയുള്ള കാവിൽ തിരിച്ചിരുന്ന സമയത്താണെങ്കിൽ ഇവളുടെ കാമുകൻ അങ്ങോട്ട് വരും. ആരും കാണില്ല എന്ന് വിചാരിച്ച് ഇവർ തമ്മിൽ ഇന്റിമേറ്റ് ഇരിക്കുകയാണ്. പക്ഷെ അവിടെ നടക്കുന്നതെല്ലാം അമ്മ കാണുന്നുണ്ടാവും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഇവൾ കുറച്ച് വാഴ കൊലിയും കുറച്ച് സാധനം കൊടുത്ത് ടൗണിൽ വെക്കാനായിട്ട് പോയി അത് ആരും തന്നെ വാങ്ങുന്നുണ്ടാവില്ല. എല്ലാവരും അത് ശപിക്കപ്പെട്ട മണ്ണിലുണ്ടായതാണ് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യാണ്. സോ വേറെ വഴിയില്ലാതെ ഹീറോയിനും അത് അടുത്തുള്ള കടയിൽ കൊടുത്ത് ഇവൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ട് വരും. എന്നാൽ അതേ സമയത്ത് ഇവളുമായിട്ട് കുറച്ച് നല്ല രീതിയിൽ ഇടപഴകുന്ന ഒരു കടക്കാരനും അയാളായിരിക്കും. അതുകൊണ്ട് തന്നെ അയാളാണെങ്കിൽ ഹീറോയിനോട് ഒരു 100 തേങ്ങ വേണമെന്ന് പറയാണ്. സോ ഹീറോയിന് വീട്ടിലേക്ക് വന്ന് പറിക്കാനുള്ള വഴി നോക്കുകയാണ്. ഇവൾ തന്നെയായിരിക്കും തേങ്ങ പറിക്കാനും കയറുന്നുണ്ടാവുക. പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് ഒരു പ്രാണി ഒന്ന് ഇവളുടെ കയ്യിൽ കടിക്കും. പക്ഷെ ഇവളത് കാര്യമൊക്കെ എടുക്കാതെ തേങ്ങ മുഴുവൻ പൊതിച്ച് മാറ്റി വെക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ഇവളുടെ ദേഹമാണെങ്കിൽ ചൊറിയുന്നുണ്ടാവും. അങ്ങനെ സമയം പോകുന്തോറും ഇവളുടെ കയ്യിലും കാലും പിമ്പിൾസ് പോലെ വരാൻ തുടങ്ങുകയാണ്. എന്നാൽ ആ ദിവസം ആയിട്ടാണെങ്കിൽ വീണ്ടും ഇവളുടെ കാമുകം വരികയാണ്. പക്ഷെ ഇവളുടെ ബോഡിയിലുള്ള പിമ്പിൾസ് എല്ലാം പേടിച്ചു പോകുകയാണ്. അങ്ങനെ രാവിലെ ആകുമ്പോൾ അമ്മയാണെങ്കിൽ കുറച്ച് പച്ചമരുന്നെല്ലാം വെച്ച് കൊടുക്കും. പക്ഷെ ഒരു മാറ്റം ഉണ്ടാവില്ല. അതേ സമയത്ത് തേങ്ങ ഇട്ടാത്തോണ്ട് ആ കടക്കാരനാണെങ്കിൽ ഇവളെ കണ്ടിട്ട് വീട്ടിലേക്ക് വരികയാണ്. അയാളുടെ കൂടെയാണെങ്കിൽ ഒരു ചെറിയ യൂട്യൂബറും ഉണ്ടാകും. ഹീറോനെ കുറിച്ച് ചോദിച്ചാൽ അവളുടെ അമ്മയാണെങ്കിൽ അവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല എന്ന് പറയും. ഇയാളെ പോയിട്ട് വിളിക്കുന്ന സമയത്ത് ഹീറോനാണെങ്കിൽ ചെറുതായിട്ട് ഡോർ തുറക്കുകയാണ്. ആ സമയത്ത് ഹീറോന്റെ രൂപം കാണുന്ന ഇയാൾ തന്നെ പേടിച്ചു പോകും.